ചേച്ചീനെ നമ്മൾ കാണുമ്പോഴേക്ക് എല്ലാം ചേച്ചി അങ്ങനെ ബാധിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു മട്ടിൽ വിടുന്നതായിട്ടാണ് കാണുന്നത്. ബട്ട് റീസെൻ്റ്ലി ഒരു കേസിൻ്റെ ഇഷ്യൂ ഒക്കെ ഉണ്ടായപ്പോൾ ചേച്ചി കുറേ കൂടെ സ്ട്രോങ് ആയിട്ട് അതിന് ഓപ്പോസിറ്റ് നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു. അതെന്തേലും ആ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ് നിന്നില്ല. ആ ഒരു സമയത്ത് ചേച്ചി അത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കാനുള്ള റീസൺ എന്തായിരുന്നു? ഒരു ടീനേജ് ഗേളിൻ്റെ മദർ കൂടി ആയതുകൊണ്ടുകൂടിയാണോ? അല്ല, ഒരു അമ്മ എന്ന നിലയിൽ അവർ ഇട്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ പോക്സോ കേസാണ്. സോ അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. ഓൺ വാട്ട് ബേസിസ്? ഓക്കെ, അപ്പോൾ ആസ് എ മദർ എനിക്ക് ഭയങ്കരമായിട്ട് അത് ഷാറ്റർ ചെയ്തു. ആൻഡ് ബട്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഐ തിങ്ക് ഐ സ്പോക്ക് ടു മെനി പീപ്പിൾ. പിന്നെ ശ്രീൻ്റെ ഒരു പ്യുവർ സ്ട്രോങ് സപ്പോർട്ട്. ഞാൻ ഫൈറ്റ് ചെയ്യും എന്നുള്ള ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് ഉറപ്പായിരുന്നു. ഐ വിൽ ഫൈറ്റ് 100%. മോൾക്കൊക്കെ ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ കാണുമ്പോൾ കൊച്ചല്ലേ, അവൾക്കും ഫീൽ ആവും. ഞാൻ മോളോട് ബിക്കോസ് എനിക്ക് പേടിയുണ്ടായിരുന്നു. അവളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്. അല്ലെങ്കിൽ അവളോട് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ അവൾക്കത് ഭയങ്കര ഡിസ്റ്റർബ് ആവും. പക്ഷെ ഞാൻ അവളോട് സംസാരിക്കാൻ, അവളെ സംബന്ധിച്ച് അവളുടെ അമ്മ ഒരു സൂപ്പർ വുമൺ ആണ്. അപ്പൊ അവളോട് എന്ത് പറഞ്ഞാലും അവൾ കേൾക്കൂല. അപ്പൊ ഞാൻ അമ്മക്ക് ഇങ്ങനെ നോ അമ്മ, ഹൂ ക്യാൻ ഡു ദാറ്റ്, മൈ മമ്മ എന്നൊക്കെ പറയും. അവൾക്ക് അമ്മ സൂപ്പർ വുമൻ ആണ്. അവളുടെ അച്ഛനും ഞാനും സൂപ്പർമാൻ, സൂപ്പർ വുമൻ. യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ആയോ? ഇല്ല, ഞാൻ എല്ലാ തവണ കാണുമ്പോഴും യൂട്യൂബ് എനിക്ക് യൂട്യൂബ് ഇല്ല. ഇൻസ്റ്റാഗ്രാമിൽ ആരോ പറഞ്ഞു, എനിക്ക് ഇന്ന് വരെ ഒന്നും കിട്ടിയില്ല. ചിലപ്പോ എന്റെ 2 million ഉണ്ടാവും, ചിലപ്പോ 1.9 ആവും. എനിക്കൊന്നും അറിയൂല ഇത് എന്താ നടക്കുന്നത്. അപ്പൊ എന്തായാലും ചേച്ചി ടൈം ലിമിറ്റഡ് ആയതുകൊണ്ട് നമുക്കിപ്പോ സ്റ്റോപ്പ് ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് ഇനി ഒരു ഹാപ്പി ഓണം. ഹാപ്പി ഓണം. നന്നായിട്ട് ഹെൽത്തി സദ്യ ഫാമിലിന്റെ കൂടെ ആസ്വദിച്ച് നല്ല എന്താ പറയാ ഹെൽത്തി ആയിട്ട് കുറച്ച് ഓക്കെ, കുറച്ച് ഓണം നെയ്യൊക്കെ ഒഴിച്ച്. നെയ്യ് നന്നായി ഒഴിക്കാം. നെയ്യ് നല്ലതാ, അതെ, ഗുഡ് ഫാറ്റ് എന്നല്ലേ പറയുന്നത്? എനിക്ക് അതറിയില്ല. നെയ്യ് നന്നായി കഴിക്കണം. നെയ്യും വെളിച്ചെണ്ണ എല്ലാം കഴിക്കണം. നമ്മൾ മലയാളികളാ. ഐ സേ നോ. ജോയ്. ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ഹാപ്പി ഓണം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.